ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടില സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 2 മുട്ടയും പൊട്ടറ്റോയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു സ്നാക്കാണ് കേട്ടോ അത്. നമ്മുടെ കുട്ടീസിനൊക്കെ അത് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ടൊമാറ്റോ സോസിലൊക്കെ ഇങ്ങനെ മുക്കിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ഈ അടിപൊളി പൊട്ടറ്റോ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മീഡിയം വലിപ്പത്തിലുള്ള സവാള കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. അപ്പോൾ സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഫില്ലിങ്സ് നമ്മൾ നേരത്തെ കാണിച്ച സ്നാക്കിൻ്റെ ഫില്ലിങ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ സവാള എല്ലാം ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഫില്ലിങ്സ് വെച്ചിട്ട് നമ്മൾ 2 ദിവസം മുമ്പ് ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. തക്കാളി വെന്തുടയുന്നത് വരെ കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നല്ല പോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് 4 മുട്ട പുഴുങ്ങിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് 2 സ്നാക്കിലേക്കുള്ള ഫില്ലിങ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ സ്നാക്കിലേക്കുള്ളതാണെന്നുണ്ടെങ്കിൽ 2 മുട്ടയും ഒരു വലിയ സവാളയും മാത്രം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുട്ടയും ഗോതമ്പ് പൊടിയും കൊണ്ടുള്ളൊരു സ്നാക്ക്. അപ്പോൾ ഇതിലേക്കും കൂടെയുള്ള ഫില്ലിങ്സ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് പൊട്ടറ്റോ ആണ്. അപ്പോൾ ഞാനിവിടെ വലിയ 2 പൊട്ടറ്റോ ആണ് കേട്ടോ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് 1/4 കപ്പ് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വറക്കാത്ത അരിപ്പൊടിയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവിയതിന് ശേഷം നമ്മളിത് കയ്യിൽ വെച്ചിട്ട് ആദ്യം ബോൾസിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുക. പിന്നെ നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തുക കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ്സ് തണുത്തതിന് ശേഷം വെച്ച് കൊടുത്താൽ മതി. കുറച്ച് വെച്ചാൽ മതി, അധികം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും 1 ടേബിൾ സ്പൂണോളൊക്കെ വെച്ച് കൊടുക്കുക. ഇനി നല്ല പോലെ ഒന്ന് കവർ ചെയ്തിട്ട് ബോൾസിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ ചൂടായതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യുക കേട്ടോ. കാരണം ഫില്ലിങ്സൊക്കെ ആൾറെഡി കുക്കായതാണ്. പിന്നെ പൊട്ടറ്റോ നമ്മൾ ബോയിൽ ചെയ്തതാണ്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ സ്നാക്സ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പൊട്ടറ്റോ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 പൊട്ടറ്റോയും 2 മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.